നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. 2 ദിവസമായി കട്ടപ്പനയിൽ നടന്നു വന്നിരുന്ന CPI ഇടുക്കി ജില്ലാ സമ്മേളനം സമാപിച്ചു. ജില്ലാ സെക്രട്ടറിയായി 2ാം തവണയും K. സലിംകുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു. 51 അംഗ കമ്മിറ്റിക്കും സമ്മേളനം രൂപം നൽകി. ഭൂപതിവ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഓഗസ്റ്റ് ആദ്യം പ്രാബല്യത്തിൽ വരുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ. കട്ടപ്പനയിലെ ഷോപ്പ് സൈറ്റുകൾക്കുള്ള പട്ടയ വിതരണം ഓണത്തോടുകൂടി നൽകാൻ കഴിയും. പട്ടയം നൽകുന്നതിനുള്ള ജോയിന്റ് വെരിഫിക്കേഷൻ ഓഗസ്റ്റ് ആദ്യം തുടങ്ങുമെന്നും മന്ത്രി. ബൈസൺവാലിയിൽ വിദ്യാർത്ഥി പെപ്പർ സ്പ്രേ പ്രയോഗിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇരുകൂട്ടരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. 2 കൂട്ടർക്കുമെതിരെ കേസെടുത്തതായി ഉദ്യോഗസ്ഥർ. തൃശൂർ പൂരം കലക്കൽ വിഷയത്തിൽ ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്റെ മനോവീര്യം കെടുത്തില്ലെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. തീയിൽ മുളച്ച കമ്മ്യൂണിസ്റ്റുകാരാണ് തങ്ങൾ. ADGP എടുത്ത നിലപാട് സംബന്ധിച്ച് അന്വേഷണ കമ്മീഷനുകളോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പോലീസ് എടുത്ത നിലപാട് ഗൂഢാലോചനക്കാർക്ക് ഗുണം ചെയ്തെന്നും മന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. 2 ദിവസമായി കട്ടപ്പനയിൽ നടന്നു വന്നിരുന്ന CPI ഇടുക്കി ജില്ലാ സമ്മേളനം സമാപിച്ചു. ജില്ലാ സെക്രട്ടറിയായി 2ാം തവണയും K. സലിംകുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു. 51 അംഗ കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. മുതിർന്ന CPI നേതാവ് P. പളനിവേലിന്റെ നിര്യാണത്തെ തുടർന്ന് ആഘോഷങ്ങൾ ഒഴിവാക്കിയായിരുന്നു ഇത്തവണ CPI ഇടുക്കി ജില്ലാ സമ്മേളനം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചത്. ടൗൺ ഹാളിൽ കാനം രാജേന്ദ്രൻ നഗറിൽ 2 ദിവസമായി നടന്നുവന്ന സമ്മേളനമാണ് സമാപിച്ചത്. ജില്ലാ സെക്രട്ടറിയായി വീണ്ടും K. സലിംകുമാറിനെ സമ്മേളനം തെരഞ്ഞെടുത്തു. കൂടാതെ 51 അംഗ ജില്ലാ കമ്മിറ്റിക്കും രൂപം നൽകി. ജില്ലയിലെ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഏറ്റെടുത്ത കർഷകർക്കും തൊഴിലാളികൾക്കും ഒപ്പം നിന്ന് ഒറ്റക്കെട്ടായി പാർട്ടി മുന്നോട്ട് പോകുമെന്ന് K. സലിംകുമാർ പറഞ്ഞു. പാർട്ടിയുടെ ജില്ലാ സമ്മേളനം വീണ്ടും പാർട്ടി സെക്രട്ടറിയായി എന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. വീണ്ടും പാർട്ടിയുടെ ഉത്തരവാദിത്വം ഞാൻ ഈ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും നമ്മുടെ ജില്ലയിലെ സാധാരണക്കാരൻ്റെയും കൃഷിക്കാരൻ്റെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിനും വേണ്ടി മുൻകൈയെടുക്കുന്ന നടപടികളുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകും. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിനാണ് ആദ്യമായി മുൻതൂക്കം കൊടുക്കാൻ പോകുന്നത്. രണ്ടാമതായി 26-ൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരിച്ചു വരുവാൻ, ശക്തി പകരുവാൻ, ഈ ഗവൺമെൻറ്റിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടിയിട്ടുമാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലയിലെ ശക്തമായ അടിത്തറയുള്ള പ്രസ്ഥാനമെന്ന നിലയിൽ കൂടുതൽ കരുത്തോടുകൂടി ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. പാർട്ടിയും പാർട്ടി സഖാക്കന്മാരും ഈ സമ്മേളനം ഏറ്റെടുക്കുകയും അത് സന്തോഷപൂർവ്വം നല്ല നിലയിൽ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. 2 ദിവസങ്ങളിലായി നടന്ന സമ്മേളനത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ, CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ, സത്യൻ മൊകേരി, PP സുനീർ, KK അഷ്റഫ്, KK ശിവരാമൻ, ES ബിജിമോൾ, VK ധനപാൽ, ജയാമധു, VR ശശി, കുസുമം സതീഷ്, MK പ്രിയൻ, പ്രിൻസ് മാത്യു, CU ജോയ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. ഭൂപതിവ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഓഗസ്റ്റ് ആദ്യം പ്രാബല്യത്തിൽ വരുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. ഇതിൽ ചെറുകിടക്കാർക്ക് ഒരു തരത്തിലും അധിക ബാധ്യത ഉണ്ടാകില്ല. കട്ടപ്പനയിലെ ഷോപ്പ് സൈറ്റുകൾക്കുള്ള പട്ടയ വിതരണം ഓണത്തോടുകൂടി നൽകാൻ കഴിയും വിധത്തിലാണ് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്. ജില്ലയിലെ പട്ടയ വിഷയത്തിൽ 1964 ചട്ടത്തിൽ തയ്യാറാക്കിയ പട്ടയങ്ങൾ കോടതി തീരുമാനം കഴിഞ്ഞാൽ ഉടൻ വിതരണം ചെയ്യും. പട്ടയം നൽകുന്നതിനുള്ള ജോയിന്റ് വെരിഫിക്കേഷൻ ഓഗസ്റ്റ് ആദ്യം തുടങ്ങുമെന്നും മന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, 1964 ചട്ടത്തിൽ തയ്യാറാക്കിയ ആയിരക്കണക്കിന് പട്ടയങ്ങൾ ഇപ്പോൾ അവസാന ഘട്ടത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട കോടതി 64 ചട്ടത്തിലെ 7(1) പ്രകാരം 1971 വരെ എന്ന കാലാവധി എങ്ങനെയുണ്ടായി എന്ന ചോദ്യം സർക്കാരിൻ്റെ മുമ്പാകെ ചോദിച്ചത്. തുടർച്ചയായിട്ടുള്ള നിയമവ്യവഹാരങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ അന്ത്യഘട്ടത്തിലാണ്. കോടതിയുടെ അക്കാര്യത്തിലുള്ള തീരുമാനം കഴിഞ്ഞാൽ ഉടനടി നമുക്ക് നടപടിക്രമങ്ങളിലേക്ക് പോയാൽ വലിയൊരു നമ്പർ പട്ടയം ഇവിടെ കൊടുക്കാൻ വേണ്ടി കഴിയും. കട്ടപ്പനയിലെ ഷോപ്പ് സൈറ്റ് വളരെ ദീർഘമായൊരു കാലമായി നമ്മുടെ മുമ്പിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. 30-35 വർഷമായി കട്ടപ്പനയിലെ ഷോപ്പ് സൈറ്റുകൾക്കൊന്നും പട്ടയമില്ല. കട്ടപ്പനയുടെ ഷോപ്പ് സൈറ്റുമായി ബന്ധപ്പെട്ട പട്ടയത്തിൻ്റെ പ്രശ്നങ്ങൾ ഏതാണ്ട് 1.5 മാസത്തിനുള്ളിൽ ഓണക്കാലത്തിന് മുമ്പ് തന്നെ പരിഹരിച്ച് തീർക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നമ്മുടെ ദീർഘമായൊരു കാലമായി, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ചരിത്രത്തിൽ
ഒരു റവന്യൂ ഭൂമി കുറിഞ്ഞി സാങ്ച്വറി ആയിട്ട് വിജ്ഞാപനം ചെയ്യപ്പെടുന്നത് നീലക്കുറിഞ്ഞിയിലാണ്. നമുക്ക് മുന്നനുഭവങ്ങളില്ല. ഇപ്പം അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ഓഫീസറെ തന്നെ നമ്മൾ നിയമിച്ചു. ആ സ്പെഷ്യൽ ഓഫീസർ ദേവികുളം സബ് കളക്ടറായിട്ടുള്ള ശ്രീ ജയകൃഷ്ണ IAS ആണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നവംബർ മാസത്തിൽ നീലക്കുറിഞ്ഞിയിലെ സെറ്റിൽമെൻറ്റ് പൂർത്തിയാക്കുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയി. കുറ്റിയാർ വാലി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. നേരത്തെ കൊടുത്ത ഭൂമി അളന്നു തിട്ടപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന പ്രശ്നം പറഞ്ഞു. അവിടെ പൂർണ്ണമായും ഡിജിറ്റൽ റീസർവേ നടപടികൾ പൂർത്തീകരിച്ചു. അവിടെയും ഏതാണ്ട് 1200-ലധികം വരുന്ന ആളുകൾക്ക് പട്ടയം കൊടുക്കാനുള്ള നടപടിയായി. ഇനിയിപ്പോൾ പറഞ്ഞതുപോലെ 93-ലെ ചട്ടപ്രകാരമുള്ള ജോയിന്റ് വെരിഫിക്കേഷനാണ്. യഥാർത്ഥത്തിൽ ജോയിന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ 30 വർഷമായി കേരളത്തിൽ നടക്കുന്നില്ല. എന്നാൽ കഴിഞ്ഞ 2024 ഫെബ്രുവരി 7-ാം തീയതി നമ്മൾ കേരളത്തിൻ്റെ വനം വകുപ്പ് മന്ത്രിയും ഞാനും ചേർന്ന് കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ശ്രീ ഭൂപേന്ദ്ര യാദവിനെ നേരിട്ട് കണ്ട് 30 വർഷക്കാലത്തിന് ശേഷം ഒരു ജോയിന്റ് വെരിഫിക്കേഷൻ അനുവാദം നൽകണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഭൂപേന്ദ്ര യാദവ് ആദ്യം വനം വകുപ്പിൻ്റെ അഭിപ്രായ പ്രകാരമുള്ള നിരാക്ഷേപം പറഞ്ഞെങ്കിലും അദ്ദേഹം പിന്നീട് അത് വളരെ പോസിറ്റീവായി കണ്ട് അതിന് അനുവാദം നൽകി. അങ്ങനെയാണ് നമ്മളൊരു ജോയിന്റ് വെരിഫിക്കേഷനിലേക്ക് പോകുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായി ആദ്യം ഒരു വിവരശേഖരണം നടത്തി അത് ഡാറ്റയിലേക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ജൂണിൽ ആരംഭിക്കാനാണ് നമ്മൾ നിശ്ചയിച്ചത്. ജൂണിൽ തന്നെ ഔദ്യോഗികമായ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അതായത് റവന്യൂ വകുപ്പും വനം വകുപ്പും തമ്മിൽ ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തേണ്ട സ്ഥലങ്ങളെ സംബന്ധിച്ചിട്ടുള്ള രേഖ വനം വകുപ്പിന് കൈമാറി. വനം വകുപ്പ് അത് പഠിച്ച് അവരുടെ ചില കുറികൾ ഇങ്ങോട്ട് വന്നു. ജൂലൈ മാസം 20 ആകുമ്പോഴേക്കും ആ കുറികൾ ഏതാണ്ട് പൂർത്തീകരിച്ചു. നമുക്കതുകൊണ്ട് ഇനി ഭൂമിയിലുള്ള ഫിസിക്കൽ വെരിഫിക്കേഷൻ, ജോയിന്റ് വെരിഫിക്കേഷൻ ഇനി തുടർന്ന് നമുക്ക് ആരംഭിക്കാൻ പറ്റും. ജൂൺ മാസത്തിൽ തന്നെ ജോയിന്റ് വെരിഫിക്കേഷൻ്റെ നടപടികൾ ആരംഭിച്ച് വനം റവന്യൂ വകുപ്പുകൾ ആ കാര്യം കൈകാര്യം ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ അതിൻ്റെ രേഖാമൂലമുള്ള വെരിഫിക്കേഷൻ ആരംഭിച്ചു. ഫിസിക്കലായ വെരിഫിക്കേഷൻ ആഗസ്റ്റ് ആദ്യ വാരത്തിൽ തന്നെ ഫീൽഡിലേക്ക് വരുന്ന വിധത്തിൽ കൊണ്ടുപോകാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ബൈസൺ വാലിയിൽ വിദ്യാർത്ഥി പെപ്പർ സ്പ്രേ പ്രയോഗിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇരു കൂട്ടരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി 2 കൂട്ടർക്കെതിരെയും കേസെടുത്തതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് ബൈസൺ വാലി ഗവൺമെന്റ് സ്കൂളിന് മുൻപിൽ വെച്ച വിദ്യാർത്ഥിയും സഹപാഠിയുടെ മാതാപിതാക്കളും തമ്മിൽ സംഘർഷമുണ്ടായത്. ഇതിനിടെ വിദ്യാർത്ഥി ബാഗിൽ കരുതിയിരുന്ന കുരുമുളക് സ്പ്രേ പ്രയോഗിക്കുകയായിരുന്നു. സംഭവത്തിൽ ഇവരുടെ ചുറ്റും കൂടി നിന്ന മറ്റു വിദ്യാർത്ഥികളുടെ ദേഹത്തും കുരുമുളക് സ്പ്രേ പതിച്ചു. തുടർന്ന് ഛർദിയും തലകറക്കവും അനുഭവപ്പെട്ട വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കുരുമുളക് സ്പ്രേ പ്രയോഗം നടത്തിയ വിദ്യാർത്ഥിയും ചികിത്സ തേടി. തുടർന്ന് രാജാക്കാട് പോലീസ് ഇരു കൂട്ടരുടെയും മൊഴി രേഖപ്പെടുത്തി. സഹപാഠിയുടെ മാതാപിതാക്കൾ കല്ലിന് ഇടിച്ചെന്നും ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നുമാണ് വിദ്യാർത്ഥി പറയുന്നത്. എന്നാൽ വിദ്യാർത്ഥി കുരുമുളക് സ്പ്രേ പ്രയോഗിക്കുകയും വടി ഉപയോഗിച്ച് അടിച്ചെന്നുമാണ് മുതിർന്നവരുടെ മൊഴി. വിദ്യാർത്ഥിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് പ്രകാരവും മുതിർന്നവർക്കെതിരെ സംഘർഷത്തിനും കേസെടുത്തിട്ടുണ്ട്. മറ്റ് വിദ്യാർത്ഥികളുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഘർഷമുണ്ടാകാനിടയായ സാഹചര്യത്തെക്കുറിച്ചും അന്വേഷിക്കും. തൃശൂർ പൂരം കലക്കൽ വിഷയത്തിൽ ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്റെ മനോവീര്യം കെടുത്തില്ലെന്ന റവന്യൂ മന്ത്രി K രാജൻ. തീയിൽ മുളച്ച കമ്മ്യൂണിസ്റ്റുകാരാണ് തങ്ങൾ. ADGP എടുത്ത നിലപാട് സംബന്ധിച്ച് അന്വേഷണ കമ്മീഷനുകളോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പോലീസ് എടുത്ത നിലപാട് ഗൂഢാലോചനക്കാർക്ക് ഗുണം ചെയ്തു. ആരാണ് കുറ്റക്കാരെന്ന് കമ്മീഷൻ കണ്ടെത്തട്ടെയെന്ന് മന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു. മനോവീര്യമൊന്നും ആര് വിചാരിച്ചാലും കെടുത്താൻ പറ്റില്ല. ഇതൊക്കെ നല്ല തീയിൽ മുളച്ച കമ്മ്യൂണിസ്റ്റുകാരാണ്. അതിന് മനോവീര്യത്തിന്റെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് മനോവീര്യം കെടുന്ന പ്രശ്നമില്ലല്ലോ. ADGP അജിത് കുമാർ പൂരത്തിനെടുത്ത നിലപാടിനെ കുറിച്ച് ഒന്നാമത്തെ അന്വേഷണ കമ്മീഷനോടും രണ്ടാമത്തെ അന്വേഷണ കമ്മീഷനോടും മന്ത്രി എന്ന നിലയിലും ഒരു പൂരത്തിൻ്റെ സംഘാടകൻ എന്ന നിലയിലും പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അന്വേഷണം പൂർത്തീകരിക്കട്ടെ. അന്വേഷണം പൂർത്തീകരിച്ച് ആരാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തട്ടെ. പൂരത്തിൽ ഒരാൾ മാത്രം കുറ്റക്കാരനാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യം, തൃശ്ശൂർ പൂരത്തിൽ രാഷ്ട്രീയമായ ലാഭം ഉൾപ്പെടെ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലായതുകൊണ്ട് അത് കലക്കാൻ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയുടെ പിന്നിലാര് എന്ന് അന്വേഷണ കമ്മീഷനാണ് കണ്ടെത്തേണ്ടത്. അത് ഞങ്ങളല്ല പറയേണ്ടത്. ഞങ്ങൾ പറയേണ്ട പൊളിറ്റിക്കലായ അഭിപ്രായം ആ ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. പോലീസിനെ കുറിച്ചുള്ള ഞങ്ങളുടെ പരാതി, ഈ സംവിധാനത്തെ കലക്കി പൂരം തെരഞ്ഞെടുപ്പിനെതിരാക്കാൻ വേണ്ടി ഒരു ശ്രമം നടക്കുമ്പോൾ പോലീസിൻ്റെ ചെയ്തികൾ ആ ഗൂഢാലോചനക്കാർക്ക് കരുത്തു പകരുന്നതായി എന്നുള്ള വ്യക്തിപരമായിട്ടുള്ള മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഒരു പൊതു പബ്ലിക്കിൻ്റെ അഭിപ്രായം വളരെ കൃത്യമായി ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ സന്തോഷത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും മനോവീര്യത്തിൻ്റെയും ആത്മധൈര്യത്തിൻ്റെ ഒന്നും പ്രശ്നമില്ല. ഞങ്ങൾ ഈ സംഭവങ്ങളോടാണ് പ്രതികരിക്കുന്നത്. ആ സംഭവങ്ങളോടുള്ള പ്രതികരണം കടുത്ത വിധത്തിൽ തന്നെ ഏത് ഘട്ടത്തിലും പോകും. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റവന്യൂ മന്ത്രി K രാജന് നിവേദനം നൽകി. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്കും നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധിക്കും പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത്.
ജില്ല നേരിടുന്ന വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇവയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റവന്യൂ മന്ത്രിക്ക് നിവേദനം കൈമാറിയത്. ഭൂപതിവ് ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടും നിർമ്മാണ നിരോധനം, ക്വാറികളുടെ പ്രവർത്തനം, നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി, പത്തുചീൻ മേഖലയിലെ പട്ടയ പ്രശ്നങ്ങൾ, കട്ടപ്പനയിലെ ഷോപ്പ് സൈറ്റ് പട്ടയം തുടങ്ങി മലയോര ജനത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അതായത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇന്നുണ്ടായിരിക്കുന്ന ഭൂപ്രശ്നങ്ങളും നിർമ്മാണ നിരോധനവും ഷോപ്പ് സൈറ്റ് പട്ടയങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ നിവേദനം കൊടുത്തിരിക്കുന്നത്. അതിന് തക്കതായ ഒരു മറുപടി മന്ത്രിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. എല്ലാം പ്രോസസ്സിങ്ങിലാണ്. ആ പ്രോസസ്സിങ്ങിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നു. അധികം വൈകാതെ തന്നെ അതിനൊരു മറുപടി, അതിന് ഭേദഗതി ഉണ്ടാക്കി LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, ഈ അടുത്ത കാലത്ത് തന്നെ അതിന് കൃത്യമായ ധാരണയും തീരുമാനവും ഉണ്ടാകുമെന്നാണ് മന്ത്രി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വിഷയങ്ങളെല്ലാം പരിഹരിക്കുന്നത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കുകയാണെന്ന് മന്ത്രി ഭാരവാഹികളെ അറിയിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ്, സെക്രട്ടറി ജോഷി കുട്ടട, വൈസ് പ്രസിഡന്റ് ബൈജു വേമ്പേനി, മറ്റ് ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് മന്ത്രിക്ക് നിവേദനം നൽകിയത്. ഇടുക്കിയിലെ വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി റവന്യൂ മന്ത്രിക്ക് നിവേദനം നൽകി. പട്ടയഭൂമിയിലെ വാണിജ്യ ആവശ്യത്തിനുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള നിരോധനം പിൻവലിക്കുക, ഡാമുകളിൽ നിന്ന് മണൽ വാരുന്നതിനും ചെറുകിട ക്വാറികൾക്കും അനുമതി നൽകുക, വന്യജീവി ശല്യം തടയുന്നതിന് നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിവേദനം നൽകിയത്. തൊടുപുഴയിൽ സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. പെരുമ്പള്ളിച്ചുരയിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ സാമൂഹിക വിരുദ്ധർ തകർത്തു. പുലർച്ചെയാണ് സംഭവം നടന്നത്. പെരുമ്പള്ളിച്ചുറ കുരിശുപള്ളിക്ക് സമീപം നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളാണ് സാമൂഹിക വിരുദ്ധർ തകർത്തത്. ശനിയാഴ്ച രാത്രിയിലാണ് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തത്. മിനി പിക്കപ്പ് വാനിന്റെ ചില്ലും പടുതിയും സാമൂഹിക വിരുദ്ധർ അടിച്ചു തകർത്തു. കൂടാതെ വാനിന്റെ 4 ടയറുകളും അടുത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ടയറുകളും കുത്തിക്കീറിയ നിലയിലാണെന്ന് ഉടമ പറഞ്ഞു. ഇതെങ്ങനെ എന്നാ സംഭവിച്ചതെന്നൊന്നും അറിയാൻ പാടില്ല. ആരെ എന്നാ ചെയ്തതെന്നും അറിയത്തില്ല. ഇവിടെ വണ്ടി 10-16 കൊല്ലമായിട്ട് ഇടുന്നത്. എനിക്ക് ആളെ ഒന്ന് അറിഞ്ഞ് കിട്ടിയാൽ മതി. പെരുമ്പള്ളിച്ചുര പാലമല വാണിയപ്പുരയിൽ നാസറിന്റെ വാനാണ് തകർത്തത്. പച്ചക്കറി ഓട്ടം കഴിഞ്ഞ് വാഹനം ഇവിടെ പാർക്ക് ചെയ്തതായിരുന്നു. സംഭവം അറിഞ്ഞ് തൊടുപുഴ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കട്ടപ്പനയാറ്റിൽ ഒഴുക്കിൽപ്പെട്ടയാൾ നീന്തി രക്ഷപ്പെട്ടു. ശനിയാഴ്ച വൈകിട്ടോടെയാണ് സ്കൂൾ കവല ആശ്രമംപടി സ്വദേശി മധു രാഘവൻ പാലത്തിൽ നിന്നും ചാടിയതിനെ തുടർന്ന് ഒഴുക്കിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പുത്തൻ വീട്ടിൽ മധു രാഘവൻ ആശ്രമംപടി ITI കുന്ന് റോഡിന് സമീപമുള്ള പാലത്തിൽ നിന്നും കട്ടപ്പനയാറ്റിലേക്ക് ചാടിയത്. ഈ സമയം ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് വിവരം. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് വീട്ടുകാരുമായി ഇയാൾ അകന്നു കഴിയുകയായിരുന്നു. ഒഴുകിപ്പോകുന്നതിനിടെ ഇയാൾ പാറയിൽ തങ്ങി നിന്നു. തുടർന്ന് മരക്കൊമ്പിലും പാറയിലും പിടിച്ചു കിടന്നു. നാട്ടുകാർ വിവരമറിയിച്ചതോടെ ഇയാളുടെ മകൻ സ്ഥലത്തെത്തുകയും ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയും ചെയ്തു. അഗ്നിരക്ഷാസേനയെത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ ഇയാളെ വീണ്ടും കാണാതായി. തുടർന്ന് പോലീസും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും തിരച്ചിൽ ആരംഭിച്ചു. സംഭവ സ്ഥലത്തു നിന്നും കിലോമീറ്ററുകൾക്കപ്പുറം ആഞ്ഞിലിപ്പാലം വരെ തിരച്ചിൽ നടന്നു. രാത്രി മുഴുവൻ തിരച്ചിൽ നടത്തിയെങ്കിലും മധുവിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് പുലർച്ചെ എത്തിയ ബന്ധുക്കൾ വീട് തുറന്നു നോക്കിയപ്പോഴാണ് ആ മധുവിനെ വീടിനുള്ളിൽ കണ്ടത്. ഒഴുക്കിൽപ്പെട്ടെങ്കിലും ഇയാൾ ഇടയ്ക്ക് നീന്തി രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് വിവരം. മധുവിനെ കണ്ടെത്തിയെങ്കിലും ശരീരം മുഴുവൻ മുറിവുകൾ ഉള്ളതിനാൽ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. BJP ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറ KSB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് സമരം ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് BJP ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSB ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. സ്കൂൾ വിദ്യാർത്ഥി മിഥുന്റെയും നെടുമങ്ങാട് സ്വദേശി അക്ഷയുടെയും മരണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത വൈദ്യുതി വകുപ്പ് മന്ത്രി രാജിവെക്കുക, അനാസ്ഥ കാണിച്ച KSB ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും BJP ഉന്നയിച്ചിരുന്നു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് സമരം ഉദ്ഘാടനം ചെയ്തു. ഇത് ഇന്നലെയും ഇന്നുമായിട്ട് നടക്കുന്ന സംഭവങ്ങളല്ല. കേരളത്തിൽ കഴിഞ്ഞ 10 മാസക്കാലമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ 100 കണക്കിന് യുവാക്കളും കുഞ്ഞുങ്ങളും നമ്മുടെ സഹോദരിമാരാണ് മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത്. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ തെറ്റായ നയത്തിൻ്റെ ഭാഗമാണ്. മാത്രമല്ല അവരെ പിടിപ്പുകേടുമാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. കേരളത്തിലെ മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളും എല്ലാ സമസ്ത മേഖലയിലും പരാജയപ്പെട്ടതാണ് പിണറായി സർക്കാർ. രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളും അവരെ കെടുകാര്യസ്ഥ, അതുപോലെ തന്നെ അഴിമതി നിറഞ്ഞു നിൽക്കുകയാണ്. ഉപ്പുതറ പാലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം KSB ഓഫീസിന് മുന്നിൽ സമാപിച്ചു. ജില്ലാ സെക്രട്ടറി സന്തോഷ് കൃഷ്ണൻ, BJP ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KK രാജപ്പൻ, ES ബൈജു, കുര്യാക്കോസ് ജോസഫ്, ജെയ്മോൻ തോമസ്, MN രാജൻ, KS സുരേഷ് കുളത്തിനാൽ തുടങ്ങിയവർ സംസാരിച്ചു.
അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാർഡിയോളജി OP വിഭാഗം പ്രവർത്തന സജ്ജമാക്കുന്നതിന് സാധ്യത തെളിയുന്നു. OP വിഭാഗം മാത്രം പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടുന്ന ഉപകരണങ്ങൾ ആശുപത്രിയിൽ എത്തിയിട്ടുള്ള സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ച പ്രതീക്ഷ ഉയരുന്നത്. കാർഡിയോളജിസ്റ്റിന്റെ സേവനം ലഭ്യമായാൽ OPയുടെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്ന് കാണിച്ച ആശുപത്രി സൂപ്രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്തും നൽകി. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ ചികിത്സ ആരംഭിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഹൈറേഞ്ച് മേഖലയിലെ ആളുകൾക്ക് പ്രതീക്ഷ നൽകിയാണ് ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാർഡിയോളജി OP വിഭാഗം പ്രവർത്തന സജ്ജമാക്കുന്നതിന് സാധ്യത തെളിയുന്നത്. കാർഡിയോളജി വിഭാഗത്തിന്റെ OP പ്രവർത്തിപ്പിക്കുവാൻ ആവശ്യമായ ഉപകരണ സാമഗ്രികളും ആശുപത്രിയിൽ ലഭ്യമായിട്ടുണ്ട്. കാർഡിയോളജിസ്റ്റിന്റെ സേവനം ലഭ്യമായാൽ OPയുടെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്ന് കാണിച്ച ആശുപത്രി സൂപ്രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകി. അനുമതി ലഭിച്ചാൽ തുടക്കത്തിൽ ആഴ്ചയിൽ നിശ്ചിത ദിവസങ്ങളിൽ കാർഡിയോളജിയുമായി ബന്ധപ്പെട്ട OP പ്രവർത്തിക്കും വിധം ക്രമീകരണം ഒരുക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. താലൂക്ക് ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗം പ്രവർത്തനം ആരംഭിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നിന്നുള്ള രോഗികൾക്ക് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ ലഭിക്കുന്നതിന് 150 കിലോമീറ്റർ ദൂരത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തേണ്ട സാഹചര്യമുണ്ട്. ആശുപത്രിയുടെ ഭാഗമായി ICU ആൻഡ് കാത്ത് CCU സൗകര്യങ്ങൾ ഒരുക്കാൻ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടേക്ക് വേണ്ടുന്ന ഉപകരണങ്ങളും മറ്റു സാമഗ്രികളും എത്തിക്കുകയും നിയമനങ്ങൾ നടത്തുകയും അനുമതി ലഭ്യമാക്കുകയും ചെയ്താൽ കാർഡിയോളജി വിഭാഗം പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കാൻ സാധിക്കും. ഇടുക്കി സബ് ഡിവിഷൻ പോലീസിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി പട്ടികവർഗ സംരക്ഷണത്തിന്റെ ഭാഗമായി കായികോപകരണങ്ങളുടെ വിതരണവും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. മണിയാറൻകുടിയിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് IPS ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി പട്ടികവർഗ മേഖലയിലെ ജനങ്ങളുടെ പൗരാവകാശ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി രൂപീകരിച്ച പ്രത്യേക പദ്ധതികൾ പ്രകാരം വിവിധ കായിക വിനോദ ഉപകരണങ്ങളുടെ വിതരണവും ബോധവൽക്കരണ പരിപാടികളുമാണ് മണിയാറൻകുടിയിൽ നടന്നത്. സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി വഴി ഇടുക്കി പോലീസ് സബ് ഡിവിഷനിലെ 12 ഉന്നതികളിലെ സാമൂഹ്യ പഠന മുറികളിലെ കുട്ടികൾക്കും യുവാക്കൾക്കും കായിക പരിശീലന ഉപകരണങ്ങൾ നൽകിയതോടൊപ്പം വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് IPS പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസമാണ് സാമൂഹിക ശ്രേണിയിലെ സാമ്പത്തിക സാംസ്കാരികമായിട്ടുള്ള ശ്രേണിയിലെ ഉന്നമനത്തിന് ഏറ്റവും കാതലായിട്ടുള്ളൊരു കാര്യം. ഉയർന്ന വിദ്യാഭ്യാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. പല രീതിയിലുള്ള ചൂഷണങ്ങളും സമൂഹത്തിൽ നടന്നുവരുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ലഹരി മാഫിയയുടെ ഇടപെടലുകളെ പറ്റി അറിയാം. സൈബർ രംഗത്തുള്ള തട്ടികളെ പറ്റി അറിയാം. അതുകൂടാതെയുള്ള കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, പോക്സോ നിയമങ്ങളുടെ പരിധിയിൽ വരുന്ന അതിക്രമങ്ങൾ, ബാലവിവാഹം, ബാലവേല, ഇങ്ങനെ പല രീതിയിലുള്ള ചാലഞ്ചസ് ആണ് ഒരു കുട്ടിയെ അതിൻ്റെ ലക്ഷ്യത്തിൻ്റെ അല്ലെങ്കിൽ ഉന്നതിയിലേക്ക് എത്തുന്നതിൽ നിന്നും തടയുന്നത്. സബ് ഇൻസ്പെക്ടർ സന്തോഷ് CR SC/ST നിയമനത്തെ സംബന്ധിച്ചും പോക്സോ നിയമം, ലഹരി ഉപയോഗം കൊണ്ടുള്ള ദൂഷ്യഫലങ്ങളെക്കുറിച്ചും ക്ലാസ് നയിച്ചു. ഇടുക്കി DYSP രാജൻ K. രമന അധ്യക്ഷനായിരുന്നു. അഡീഷണൽ SP ഇമ്മാനുവൽ പോൾ മുഖ്യപ്രഭാഷണം നടത്തി. പ്രോഗ്രാം നോഡൽ ഓഫീസറും DCRB DYSPയുമായ KR ബിജു, സർക്കിൾ ഇൻസ്പെക്ടർ സന്തോഷ് സജീവ്, മുരിക്കാശ്ശേരി സബ് ഇൻസ്പെക്ടർ KD മണിയൻ, പഞ്ചായത്ത് അംഗങ്ങളായ അജേഷ്, ഏലിയാമ്മ ജോയി തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട അറിഞ്ഞാൽപ്പൊടി റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷം. ഇതോടൊപ്പം മഴ പെയ്ത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. കുഴിയറിയാതെ വരുന്ന ബൈക്ക് യാത്രികർ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് പതിവായി മാറിക്കഴിഞ്ഞു. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ കടന്നുപോകുന്ന മാട്ടുകെട്ട തൂക്കുപാലം റോഡിൽ 1 കിലോമീറ്റർ റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം ദുഷ്കരമായിരിക്കുന്നത്. മാട്ടുകെട്ട മുതൽ അറിഞ്ഞനാൽപ്പടി വരെയുള്ള ഭാഗത്താണ് മഴവെള്ളം കെട്ടിനിന്ന് റോഡിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. കുറച്ചുകാലം മുൻപ് പൊളിഞ്ഞുകിടന്നിരുന്ന ഈ ഭാഗം പഞ്ചായത്ത് കോൺക്രീറ്റ് ചെയ്തിരുന്നു. എന്നാൽ ഐറിഷ് റോഡുകൾ നിർമ്മിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ആനക്കുഴി അയ്യപ്പൻകോവ് റോഡ് മൊത്തം കുളമായിട്ട് കിടക്കുക. അതായത് ഒരു 1/2 കിലോമീറ്റർ അടുത്ത് വഴി നാശമായിട്ട് കിടക്കുക. ഇങ്ങോട്ട് വരുന്നൊരു വഴിക്ക് അവിടെ വെള്ളം കെട്ടിക്കിടക്കുക. ആ വെള്ളം അതുപോലെ തന്നെ കിടക്കുക. ഒരു തുള്ളി വെള്ളം പോകുന്നുമില്ല. അതൊരു കാന പോലെ മാഞ്ഞു വീഴാനുള്ള ഇതില്ലാതെ കിടക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ഇത് എന്നേലും അത് കണ്ട് ചെയ്തു തരണമെന്ന് പറയുന്നു. കൂടാതെ സ്വകാര്യ വ്യക്തികൾ പറമ്പിലേക്ക് വെള്ളം ഒഴുകിയെത്താതിരിക്കാൻ തടസ്സങ്ങൾ തീർത്തിരിക്കുന്നതും വെള്ളക്കെട്ടിനും റോഡ് പൊളിയുന്നതിനും കാരണമായിട്ടുണ്ട്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ദിവസവും ഇതുവഴി സഞ്ചരിക്കുന്നത്. മഴക്കാലമായതിനാൽ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കാൽനട യാത്രക്കാരുടെ ദേഹത്തേക്ക് ചെളിവെള്ളം തെറിക്കുന്നതും പതിവാണ്. ബന്ധപ്പെട്ട അധികൃതർ വിഷയത്തിലിടപെട്ട പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.
രാജാക്കാട് പഞ്ചായത്ത് 10ാം വാർഡിൽ ഉൾപ്പെട്ട ജൂബിലി റോഡ് തകർന്നിട്ട് വർഷങ്ങൾ ആയിട്ടും ഗതാഗത യോഗ്യമാക്കാൻ നടപടിയില്ലെന്ന് പരാതി. 2021 അവസാനമായി റോഡിൽ ടാറിംഗ് ജോലികൾ നടത്തിയത്. ഏറെ താമസിക്കാതെ തന്നെ ഇത് തകർന്നിരുന്നു. രാജാക്കാട് പഞ്ചായത്തിന്റെ സുവർണ ജൂബിലി സ്മാരകമായിട്ടാണ് ഈ റോഡ് നിർമ്മിച്ചത്. ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജാക്കാട് പൊന്മുടി റോഡിൽ നിന്നും രാജാക്കാട് എല്ലക്കൽ റോഡിലേക്ക് ഏകദേശം 1.5 കിലോമീറ്ററിൽ താഴെ ദൂരത്തിലുള്ള റോഡ് നിർമ്മിച്ചത്. പാടത്തിന്റെ സമീപത്തുകൂടി കടന്നുപോകുന്ന റോഡിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്നതാണ് നിർമ്മാണം പൂർത്തിയാക്കി അധികകാലം കഴിയുന്നതിന് മുമ്പ് റോഡ് തകരാൻ കാരണം. നിരവധി കുടുംബങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഏക ആശ്രയമായ ഈ റോഡ് അടിയന്തരമായി ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം. 2-3 വർഷമായിട്ട് ഈ വഴി ഇങ്ങനെയാണ് കിടക്കുന്നത്. കാൽനട യാത്രക്കാർക്ക് പോകാനോ വണ്ടിക്കാർക്ക് കൂടുതൽ വണ്ടി പോകുന്നു, കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നൊരു വഴിയാണിത്. 2 വർഷങ്ങളായിട്ട് ഇത് നന്നാക്കാതെ റിപ്പയർ ചെയ്യാതെയും കിടക്കുകയാണ്. അധികൃതർ എത്രയും പേര് ഇത് നന്നാക്കി കൊടുക്കണമെന്ന് റിക്വസ്റ്റാണ്. റോഡ് പുനർനിർമ്മിക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ രാജാക്കാട് പഞ്ചായത്ത് യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും പൊതുപ്രവർത്തകർ കുറ്റപ്പെടുത്തി. വളരെ തിരക്കുള്ളപ്പോഴും പോസ്റ്റ് ഓഫീസിൻ്റെ അവിടുന്ന് ബൈപ്പാസ് വഴി ചെരുവർത്ത് വന്ന് കയറി എളുപ്പം പോകാൻ പറ്റുന്ന ഒരു വഴിയാണിത്. ഈ വഴിയിലൂടെ വെള്ളം 100 കണക്കിന് കുഴികളുണ്ടായി കെട്ടിക്കിടക്കുകയും വെള്ളം കെട്ടിക്കിടക്കുന്നതും സൈഡ് മുഴുവൻ ചെളിയുമായതിൻ്റെ പേരിൽ യാത്രക്കാർക്ക് അതിൽ നടന്നു പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലോട്ട് വന്നിരിക്കുകയാണ്. പഞ്ചായത്ത് ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി ജൂബിലി റോഡെന്ന് പേരൊക്കെ ഇട്ടുകൊണ്ട് ഉടനെ പണിയുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതുവരെയും LDF ഭരിക്കുന്ന പഞ്ചായത്ത് ഈ റോഡ് പണിയുവാനോ അതിൻ്റെ നടപടികൾ സ്വീകരിക്കാനോ ഇതുവരെയും തയ്യാറായിട്ടില്ല. അതേസമയം ഗ്രാമപഞ്ചായത്തിന് ഈ റോഡ് നിർമ്മിക്കുന്നതിനാവശ്യമായ ഫണ്ട് ഇല്ലെന്നാണ് വാർഡ് മെമ്പറുടെ വിശദീകരണം. ഫ്ലഡിന്റെയോ റീബിൽഡ് കേരള ഫണ്ട് ഉപയോഗിച്ചോ റോഡിന്റെ നിർമ്മാണം നടത്തണമെന്ന ആവശ്യവുമായി സ്ഥലം MLAയ്ക്കും ജില്ലാ പഞ്ചായത്തിലും പ്രദേശവാസികളും പഞ്ചായത്തും വർഷങ്ങളായി അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ്. നവീകരിച്ച കട്ടപ്പന കൊച്ചുതോവാള SC കോളനി റോഡിന്റെ ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭയിൽ നിന്നും 8 ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡ് നവീകരിച്ചത്. കട്ടപ്പന നഗരസഭയുടെ 11ാം വാർഡിലെ എല്ലാ റോഡുകളും നല്ല രീതിയിൽ നവീകരിക്കുക എന്നുള്ള ലക്ഷ്യബോധത്തോടെ ഏറ്റവും ആദ്യത്തെ 25-26 വർഷത്തെ ഏറ്റവും ആദ്യത്തെ റോഡ് കോൺക്രീറ്റിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കുന്നത്. ഞങ്ങളുടെ ഈ ഒരു ഭരണസമിതിയുടെ ഏക ലക്ഷ്യം എല്ലാ റോഡുകളും പൂർത്തീകരിക്കുക, കുടിവെള്ളം പൂർത്തീകരിക്കുക, അങ്ങനെയുള്ള ഒരു ലക്ഷ്യബോധത്തോടെ ഈ ഭരണസമിതിയുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ കാഴ്ചപ്പാടാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രദേശത്തെ നഗരസഭാ കൗൺസിലർ സിബി പാറപ്പായിയാണ് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 ലക്ഷം രൂപ വകയിരുത്തിയത്. തുക ഉപയോഗിച്ച് റോഡിന്റെ 150 മീറ്ററോളം ഭാഗമാണ് കോൺക്രീറ്റ് ചെയ്തത്. ശേഷിക്കുന്ന ഭാഗം കൂടി നവീകരിക്കാനുണ്ട്. ഇതിനായി തുക വകയിരുത്തി കാലതാമസം കൂടാതെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് കൗൺസിലർ സിബി പാറപ്പായി പറഞ്ഞു. ഏകദേശം 50ഓളം കുടുംബങ്ങളുടെ ഏക യാത്രാമാർഗമായിരുന്നു ഈ റോഡ്. മുൻപ് ടാറിംഗ് ആയിരുന്നു. വിവിധ ഭാഗങ്ങൾ തകർന്ന ഗതാഗതം ദുഷ്കരമായതോടെയാണ് നഗരസഭയിൽ നിന്നും തുക വകയിരുത്തി കോൺക്രീറ്റ് ചെയ്ത നവീകരണം നടത്തിയത്. റോഡ് നവീകരിച്ചതോടെ പ്രദേശവാസികളുടെ ദീർഘനാളത്തെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമായത്. ഉദ്ഘാടന യോഗത്തിൽ വാർഡ് കൗൺസിലർ സിബി പാറപ്പായി അധ്യക്ഷനായിരുന്നു. ടോമി പാച്ചോലി, ജിതിൻ ചോയി, ഈപ്പച്ചൻ പുതുപ്പറമ്പിൽ, മാതാ മനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ പരപ്പ് ടൗണിലെ റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന വലിയ ഗർത്തങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു. ബൈക്ക് യാത്രികർ ഉൾപ്പെടെ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. മലയോര ഹൈവേ കടന്നുപോകുന്ന അയ്യപ്പൻകോവിൽ പരപ്പ് ടൗണിന്റെ ഹൃദയഭാഗത്താണ് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. പരപ്പ് ഭാഗത്തു നിന്നും ഉപ്പുതറയിലേക്കും ഏലപ്പാറയിലേക്കും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലാണ് അപകട ഭീഷണി സൃഷ്ടിച്ച് കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. കുഴിയറിയാതെ എത്തുന്ന ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് ഇപ്പോൾ ഭയങ്കര വൃത്തമായിട്ട് കിടക്കുന്ന വഴിയാണ്. ഇതുണ്ടോ, ഭയങ്കര കുഴിയും കാര്യങ്ങളൊക്കെ കിടക്കുന്ന വഴിയാണ്. ഭയങ്കര അപകടമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഈ കഴിഞ്ഞ അറ്റം വന്നതിൻ്റെ തോന്നുന്നു വീഴും. അപ്പം ബന്ധപ്പെട്ടവരെ എന്തെങ്കിലും ഒരു പെട്ടെന്ന് 2 മാസമായി കുഴി കിടക്കാൻ വേണ്ടിങ്ങനെ. അപ്പം വലിയ അപകടമായിരുന്നു. ഇപ്പോൾ ബൈക്കാരൊക്കെ മിക്കവാറും വന്ന് വീഴും. ഗർത്തങ്ങളിൽ വീഴാതിരിക്കാൻ വാഹനങ്ങൾ വെട്ടിച്ചു മാറ്റുന്നതും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. മഴ പെയ്ത ഗർത്തങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മേഖലയിൽ നടക്കുന്നുണ്ടെങ്കിലും കുഴികളടച്ച് അപകട സാധ്യത ഒഴിവാക്കുവാൻ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം. SNDP യോഗം മലനാട് യൂണിയൻ ശാഖകളിൽ നടത്തുന്ന ശാഖായോഗ നേതാക്കളുടെ സംഗമമായ യോഗധ്വനി എന്ന പഠന പരമ്പരയുടെ കട്ടപ്പന ശാഖയിലെ നേതൃയോഗം നടന്നു. മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു.
SNDP യോഗം ഇന്ന് നാളെ എന്നതാണ് പഠന ക്യാമ്പിന്റെ പ്രധാന ചർച്ചാ വിഷയം. 200-ലധികം വരുന്ന ശാഖായോഗത്തിലെ കുടുംബയോഗം, ശാഖായോഗം, കുമാരി സംഘം, വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ് നേതാക്കൾ പങ്കെടുത്തു. ആരോഗ്യമുള്ള ഒരു നല്ല സമൂഹം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിന് നൽകിയിട്ടുള്ള വിശ്വമാനവിക സന്ദേശം ജനങ്ങളിൽ വരണം. ഇതിനായി പരിശ്രമിക്കുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കടമയെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ പറഞ്ഞു. ഗുരുവിന്റെ കാഴ്ചപ്പാട് പോലെ ജാതിമത ചിന്താഗതികൾക്ക് അതീതമായി നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന നേതാക്കന്മാരായി മാറുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഗുരുവിന്റെ സന്ദേശങ്ങളെ പഠിച്ച് അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന വ്യക്തിത്വവും കഴിവും പക്വതയും നേടിയെടുക്കേണ്ടത് എങ്ങനെ എന്നൊരു തിരിച്ചറിവാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാവുക. ശാഖായോഗം പ്രസിഡന്റ് സജീന്ദ്രൻ പൂവാങ്കൽ അധ്യക്ഷനായിരുന്നു. യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് വിധു എ സോമൻ സംഘടനാ സന്ദേശം നൽകി. ശാഖായോഗം സെക്രട്ടറി PD ബിനു, യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് CK വത്സ, വൈസ് പ്രസിഡന്റ് ജെയ്മോൻ സുഗു, ശാഖായോഗം വൈസ് പ്രസിഡന്റ് സാബു അറക്കൽ, യൂണിയൻ കമ്മിറ്റി അംഗം ലാലു പരുത്തപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു. അഖില കേരള വിശ്വകർമ്മ സഭ പീരുമേട് യൂണിയന്റെ നേതൃത്വത്തിൽ ക്യാൻസർ രോഗിയായ വീട്ടമ്മയ്ക്ക് ആദ്യഘട്ട ധനസഹായം നൽകി. കുമളി സ്വദേശി കലാരാജേഷിനാണ് ആദ്യഘട്ട ധനസഹായമായി 15,000 രൂപ കൈമാറിയത്. ഇവരുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കിയാണ് യൂണിയൻ ഇവരെ സഹായിക്കുവാൻ മുൻപോട്ട് വന്നത്. തുടർന്നും യൂണിയന്റെ ഭാഗത്തു നിന്നും ഈ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ നൽകുമെന്ന് യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു. പീരുമേട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അശോകൻ മാഞ്ചുറക്കൽ, സെക്രട്ടറി TC ഗോപാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ധനസഹായം കൈമാറിയത്. SNDP യോഗം കട്ടപ്പന കൊച്ചുതോവാള ശാഖ ശ്രീനാരായണ മഹാദേവ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ശാന്തിയാത്ര നടന്നു. ശാഖാ പ്രസിഡന്റ് സന്തോഷ് പാതയിൽ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 17 വർഷക്കാലമായി നടത്തിവരുന്ന ശാന്തിയാത്രയും ദിവ്യജ്യോതി പ്രയാണവുമാണ് ആനകുത്തി SN കുടുംബയോഗ മേഖലയിൽ നടന്നത്. ശാഖാ പ്രസിഡന്റ് സന്തോഷ് പാതയിൽ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ മഹാദേവ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 17 വർഷക്കാലമായിട്ട് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ശാന്തിയാത്രയായിട്ട് എല്ലാ കുടുംബങ്ങളിലും എത്തിച്ചേരുന്ന ഈ ദിവ്യജ്യോതി പ്രയാണത്തിന് ഇന്ന് ആനകുത്തി SN കുടുംബയോഗമാണ് നേതൃത്വം വഹിക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാ ഭവനങ്ങളിലും എത്തിച്ചേരുന്നതോടൊപ്പം തന്നെ ശുചിത്വം എന്ന മഹാവാക്യത്തെ മുൻനിർത്തിക്കൊണ്ട് ശാഖായോഗം മുൻനിന്നുകൊണ്ട് നടത്തുന്ന ഈ പരിപാടി ഭക്തജനങ്ങളുടെ അഭ്യൂഹമായൊരു സാന്നിധ്യമാണ് കാണുന്നത്. ക്ഷേത്രം തന്ത്രി സുരേഷ് ശ്രീധരൻ, മേൽശാന്തി നിശാന്ത് ശാന്തി, സെക്രട്ടറി അഖിൽ കൃഷ്ണൻകുട്ടി, വൈസ് പ്രസിഡന്റ് വിനോദ് മറ്റത്തിൽ, യൂണിയൻ കമ്മിറ്റി അംഗം PG സുധാകരൻ, കുടുംബയോഗം ചെയർമാൻ സുരേഷ് തോലടിപ്പാറയിൽ, കൺവീനർ ഗീത ശശി തുടങ്ങിയവർ നേതൃത്വം നൽകി. ലയൺസ് ക്ലബ് കഞ്ഞിക്കുഴി ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സർവീസ് പ്രൊജക്ട് ഉദ്ഘാടനവും കുടുംബസംഗമവും നടന്നു. കഞ്ഞിക്കുഴി വ്യാപാര ഭവനിൽ നടന്ന പരിപാടിയിൽ റോയി വർഗീസ് മുഖ്യ അതിഥിയായിരുന്നു. ക്ലബ് പ്രസിഡന്റ് സനീഷ് ജോർജ് അധ്യക്ഷത വഹിച്ച യോഗം റോയി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സേവനം എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റി സർവീസാണ്. കഞ്ഞിക്കുഴി പ്രാന്തപ്രദേശങ്ങളിലും ചുറ്റുപാടുകളും എവിടെയൊക്കെ സേവനമായി ആവശ്യമായ സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് എത്തിക്കുക എന്നുള്ളതാണ് ലയൺസ് മെമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ലയൺസ് ക്ലബിന്റെ ഉത്തരവാദിത്വം. വി സെർവ് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു മുദ്രാവാക്യം തന്നെ അതാണ്. വേർ ദർ ഇസ് എ നീഡ് ദർ ഇസ് എ ലയൺ എന്ന് പറയുന്നത്. എവിടെയൊക്കെ നീഡ് ആവശ്യമുണ്ടോ, ഒരു സേവനം ആവശ്യമുണ്ടോ, അവിടെ ഒരു ലയൺ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഷൈൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് പുതിയ ഭാരവാഹികളായി വിൻസെന്റ് ആർക്കാട്ട്, KJ ടോമിച്ചൻ, അരുൺ കുര്യാക്കോസ് എന്നിവർ ചുമതലയേറ്റു. കൂടാതെ പുതുതായി എത്തിയ അംഗങ്ങൾക്ക് മെമ്പർഷിപ്പും നൽകി. ഷിജു തടത്തിൽ, ജെയിൻ അഗസ്റ്റിൻ, KN മുരളി, റിജി ജോർജ്, KN മോഹൻദാസ്, ബെന്നി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ അനുമോദിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പന്നിക്ക് വെച്ച കുരുക്കിലകപ്പെട്ട നായ കുരുക്കുമായി അലയുന്നു. നെടുങ്കണ്ടം ബേഡുമെട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപത്താണ് നായ കുരുക്കുമായി നടക്കുന്നത്.
നെടുങ്കണ്ടത്തെ മാലിന്യ പ്ലാന്റിൽ ഉള്ള ഡസൻ കണക്കിന് നായ്ക്കൾക്കൊപ്പമാണ് കുരുക്കുമായി നായയും ഉള്ളത്. ഒരു മാസത്തോളമായി ഈ നായ ഊരാക്കുരുക്കുമായി അലയുകയാണ്. പിൻകാലുകളോട് ചേർന്ന വയറിലാണ് കുരുക്ക് മുറുകി വ്രണമായിരിക്കുന്നത്. നെടുങ്കണ്ടം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ഇടമാണ് ബേഡ്മെട്ട. ഇവിടെ കുമിഞ്ഞുകൂടാറുള്ള മാലിന്യങ്ങൾ കഴിക്കാനെത്തുന്നതാണ് തെരുവ് നായ്ക്കൾ. ബേഡ്മെട്ടിൽ ആരോ പന്നിക്കും മുള്ളൻ പന്നിക്കുമായി വെച്ചതാണ് കുരുക്ക. അബദ്ധത്തിൽ കുരുക്കിൽ വീണത് നായയാണ്. ഇരുചക്ര വാഹനത്തിന്റെ ആക്സിലേറ്റർ കേബിൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മുറുകിക്കഴിഞ്ഞാൽ ഊരിയെടുക്കാൻ നന്നേ പ്രയാസമാണ്. ഇവിടെ പലപ്പോഴും പുല്ലിനു പോകുന്ന മനുഷ്യന്റെ കാലിലും കുരുക്ക് വീഴാറുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. 2 ദിവസമായി കട്ടപ്പനയിൽ നടന്നു വന്നിരുന്ന CPI ഇടുക്കി ജില്ലാ സമ്മേളനം സമാപിച്ചു. ജില്ലാ സെക്രട്ടറിയായി 2ാം തവണയും K. സലിംകുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു. 51 അംഗ കമ്മിറ്റിക്കും സമ്മേളനം രൂപം നൽകി. ഭൂപതിവ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഓഗസ്റ്റ് 1 പ്രാബല്യത്തിൽ വരുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ. കട്ടപ്പനയിലെ ഷോപ്പ് സൈറ്റുകൾക്കുള്ള പട്ടയ വിതരണം ഓണത്തോടുകൂടി നൽകാൻ കഴിയും. പട്ടയം നൽകുന്നതിനുള്ള ജോയിന്റ് വെരിഫിക്കേഷൻ ഓഗസ്റ്റ് 1 തുടങ്ങുമെന്നും മന്ത്രി. ബൈസൺവാലിയിൽ വിദ്യാർത്ഥി പെപ്പർ സ്പ്രേ പ്രയോഗിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇരുകൂട്ടരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി 2 കൂട്ടർക്കുമെതിരെ കേസെടുത്തതായി ഉദ്യോഗസ്ഥർ. തൃശൂർ പൂരം കലക്കൽ വിഷയത്തിൽ ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്റെ മനോവീര്യം കെടുത്തില്ലെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. കീഴിൽ മുളച്ച കമ്മ്യൂണിസ്റ്റുകാരാണ് തങ്ങൾ. ADGP എടുത്ത നിലപാട് സംബന്ധിച്ച് അന്വേഷണ കമ്മീഷനുകളോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പോലീസ് എടുത്ത നിലപാട് ഗൂഢാലോചനക്കാർക്ക് ഗുണം ചെയ്തെന്നും മന്ത്രി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.